Hello everyone, welcome back to my channel. Let's do it with Ash. ഈ ജ്വല്ലറിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇന്നത്തെ വീഡിയോ ജ്വല്ലറി എങ്ങനെ ഈസിയായി അറേഞ്ച് ചെയ്യാം ഒരു വീക്കെൻഡ് ട്രിപ്പിനോ അല്ലെങ്കിൽ ഒരു 2-3 ഡേയ്സ് ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ജ്വല്ലറി നല്ല നീറ്റായി കൊണ്ടുപോകാം എന്നുള്ള വീഡിയോ വേണം. വീക്കെൻഡ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ബാക്ക് പോലുള്ള ബാഗുകളാണ്. അപ്പോൾ അതേപോലുള്ള ചെറിയ ബാഗുകൾ നമ്മൾ ഇതേപോലത്തെ ടോയ്ലറ്ററി ബാഗ്സോ അല്ലെങ്കിൽ സ്ലിംഗ് ബാഗ്സിലൊക്കെ ജ്വല്ലറി കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. നമ്മൾ ട്രിപ്പിന് പോകുമ്പോൾ യൂഷ്വലി ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് എല്ലാം ഇതേപോലെ ബോക്സിനകത്താക്കി ഒരുമിച്ചിടാറാണ് പതിവ്. ഇങ്ങനെ ഇതെല്ലാം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിന് പോയി കഴിയുമ്പോൾ മാല ഇടാൻ നോക്കിയാൽ ഇതെല്ലാം കുരുങ്ങുകയും അതേപോലെ കമ്മലിൻ്റെ ഒരു പെയറൊക്കെ തപ്പി നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. മാലയും കമ്മലും സെപ്പറേറ്റ് ആയിട്ട് ഈസിയായി എങ്ങനെ പാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ടിപ്പ് ഇയറിങ്സ് എങ്ങനെ ബോക്സിലാക്കാതെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഷൂലേസ് ആണ് ഇയറിങ്സ് അറേഞ്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഷൂലേസ് കടകളിൽ ഈസിലി അവൈലബിൾ ആണ്. ഷൂലേസ് നമ്മൾ മേടിക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വിട്ടുള്ള ഷൂലേസ് മേടിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഇയറിങ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എല്ലാ ഇയറിങ്ങും ഷൂലേസിൽ വെച്ചിട്ടുണ്ട്. ഇയറിംഗ് സ്റ്റഡ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഹാങ്ങിങ്സ് വെക്കാൻ താല്പര്യമില്ലെങ്കിൽ മറ്റൊരു ടിപ്പാണ്, പഴയ ബട്ടൺ ഉണ്ടെങ്കിൽ ഇതേപോലെ ഹാങ്ങിങ്സ് ആ ബട്ടൻ്റെ ഹോളിൽ ഇട്ട് കൊടുക്കാം. ബട്ടൺ ഹോളിനകത്ത് വെക്കുമ്പോൾ നമുക്ക് ഹാങ്ങിങ്സിൻ്റെ പെയറും ഒരുമിച്ച് ഈസി ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇയറിങ്സ് എല്ലാം വെച്ചതിന് ശേഷം ഈ ഷൂലേസിൻ്റെ അറ്റത്തായി ബാക്കി വന്ന ഷൂലേസ് ഞാൻ മടക്കി 2 ടിക് ടാക്ക് ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. അത് മുറിച്ച് കളയുന്നതിന് പകരം നമുക്ക് ഇതേപോലെ ക്ലിപ്പ് വെച്ച് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇയറിങ്സ് ഒന്ന് റോൾ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫോം ഷീറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഫോം ഷീറ്റ് ഇല്ലെങ്കിൽ നല്ല ബനിയൻ തുണിയോ അല്ലെങ്കിൽ നല്ല ഹാൻഡ് കർച്ചീഫോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ച് നമുക്ക് പൊതിഞ്ഞ് വെക്കാവുന്നതാണ്. റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഇയറിങ്സ് നമുക്ക് ഇതേപോലെ പ്ലാസ്റ്റിക് പൗച്ചിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് പൗച്ചിലോ ഇട്ടാൽ നല്ല നീറ്റും ഫ്ലാറ്റും ആയിട്ട് ഇരിക്കും. അധികം കുരുങ്ങി പോകുക ഒന്നുമില്ല. ഇതേപോലെ നമുക്ക് ഇയറിങ്സ് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്നതാണ്. ഇനി നിങ്ങളുടെ ഷൂലേസ് ഇല്ലെന്ന് കരുതി വെറി ചെയ്യേണ്ട. നമുക്ക് ഇയറിങ്സ് ഇതേപോലെ ഫോം ഷീറ്റിൽ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആണി ബാക്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ ഇയറിങ്സ് കാണുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ഇയറിങ്സ് വെച്ച ഫോം ഷീറ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തതിന് ശേഷം നേരത്തെ വെച്ച പോലെ പ്ലാസ്റ്റിക് പൗച്ചിൽ ഫ്ലാറ്റായി തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഇനി നെക്സ്റ്റ് ടിപ്പ്, ചെയിൻ എങ്ങനെയാണ് കുരുങ്ങാതെ അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഇയറിങ്സിന് ഉപയോഗിച്ച അതേപോലത്തെ ഫോം ഷീറ്റ് തന്നെയാണ് ചെയിനും യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ചെയിൻ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫോം ഷീറ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്യുക. പിന്നെ നമുക്ക് രണ്ടാമത്തെ ചെയിനും ഇതേപോലെ തന്നെ വെച്ച് റോൾ ചെയ്യാവുന്നതാണ്. ബോക്സിൽ ചെയിനൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഇതേപോലെ നീറ്റായിട്ട് സെപ്പറേറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഇനി അടുത്ത ടിപ്പ്, ബാംഗിൾസ് എങ്ങനെ നീറ്റായി അറേഞ്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഡ്രസ്സിൻ്റെ അനുസരിച്ച് അല്ലെങ്കിൽ കളർ അനുസരിച്ച് ഇതേപോലെ ബാംഗിൾസ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ബാംഗിൾസ് എല്ലാം ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് പൗച്ചിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് പൗച്ചിലോ വെച്ചാൽ നമുക്ക് ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് ആ ഒരു പൗച്ച് മാത്രം എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ബാംഗിൾ ഇതേപോലെ പ്ലാസ്റ്റിക് പൗച്ചിൽ ഇട്ടതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് ക്ലോസ് ചെയ്യുക. പിന്നെ നമുക്ക് ജ്വല്ലറി പൗച്ചിൽ നല്ല നീറ്റായിട്ട് വെക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ ഇയറിങ്സും ബാംഗിൾസും ചെയിനും എല്ലാം ഒരൊറ്റ പൗച്ചിനകത്ത് നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ജ്വല്ലറി പല ബോക്സിലായി വെക്കുന്നതിന് പകരം ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ഒരു ബാഗിൽ വെക്കാം. അതേപോലെ സ്പേസും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും.
ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.